ലതീഷ് ചേട്ടനുണ്ട്. ലതീഷ് ചേട്ടനാണ് ഈ 25 കോടി രൂപയുടെ ടിക്കറ്റ് വിറ്റ ആ ഭാഗ്യവാനായ ഏജന്റ്. ലതീഷ് ചേട്ടാ, എന്തെങ്കിലും സൂചനയുണ്ടോ? ഒരു സൂചനയില്ല. ഞാൻ 4 സീരിയൽ ടിക്കറ്റാണ് വിറ്റത്. അതിൽ 3 സീരിയലിൻ്റെ സെയിം നമ്പറുകാരെയും കിട്ടി, ബാക്കി ആരെയും കിട്ടിയില്ല. ആ യഥാർത്ഥ ഭാഗ്യവാനെ കിട്ടിയിട്ടില്ല. ആരായിരുന്നു? നെട്ടൂരുകാരൻ തന്നെയാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ പേര് പറയുന്നതല്ലാതെ കറക്റ്റ് ഒരാളെ കിട്ടിയിട്ടില്ല ഇതുവരെ. നെട്ടൂര് വിട്ട് പുറത്തു പോകാൻ ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. ഇത് കേരളത്തിൽ നെട്ടൂര് ഉള്ള ടിക്കറ്റ് തന്നെ ഉറപ്പാണ്. ആ കാര്യം എന്തായാലും തിങ്കളാഴ്ച രാവിലെ ചിലപ്പോൾ സൊസൈറ്റി ആൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം. എനിക്കറിയില്ല കേട്ടോ, ആളാരാണെന്ന് സത്യമായിട്ടും അറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ആൾ രാവിലെ തിങ്കളാഴ്ച രാവിലെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും എനിക്ക്. 25 കോടിയുടെ ടിക്കറ്റ് വിറ്റ ഭാഗ്യശാലിയായ ഏജന്റ്. ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കോളുകളൊന്നും എടുത്തില്ല. എല്ലാ ഫ്രണ്ട്സും വിളിക്കും. എല്ലാവരും ഞാൻ മനഃപൂർവ്വം എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, 4 മണി തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകും കാര്യം. ഇന്ന് രാവിലെ തൊട്ട് ബന്ധുക്കളും എല്ലാവരും വിളിക്കും. അപ്പോൾ എനിക്ക് കാശ് കിട്ടിയാലും ബന്ധുക്കൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് വീട്ടുകാരുടെ ഒരു സന്തോഷം? എന്താണ്? ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോൻ പുറത്താണ്. അവൻ അവിടെ നിന്ന് തന്നെ വിളിച്ച് അച്ഛൻ സ്റ്റാറായെന്നും പറഞ്ഞ് ഇപ്പോൾ ആളെ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇരട്ടി സന്തോഷമായി. സന്തോഷം 100%. രാവിലെ തന്നെ കട തുറന്നില്ലേ ഇപ്പോൾ? ഞാൻ 7 മണിക്ക് തുറക്കും. എല്ലാ ദിവസവും 7 മണിക്ക് തുറക്കണം. 7 മണി തൊട്ട് 8 മണി വരെ നമ്മുടെ കട. ലതീഷ് ചേട്ടാ, ലതീഷ് ചേട്ടന് എത്ര രൂപയാണ് ഇതിൽ ലഭിക്കുക? എനിക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. 10% 2.5 കോടി രൂപയാണെന്ന് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഭഗവതിയിൽ നിന്ന് കഴിച്ച പ്രാവശ്യം അടിച്ചിട്ട് 12% വെച്ച് കാശ്, അതിൽ 23 രൂപ TDS പിടിച്ച് ബാക്കി കാശ് കംപ്ലീറ്റ് എനിക്ക് അവർ തന്നാണ്. അത് ജൂലൈ 3 അടിച്ച് ജൂലൈ 3 അർദ്ധരാത്രി 11 മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയതാണ് അന്ന്.